ഫ്രണ്ട്സ്, ഇന്ന് ഇതുപോലെ നമ്മൾ പറയില്ലേ, ലുലു മാളിൽ കുറച്ച് കിട്ടുന്ന ഐറ്റംസിൻ്റെ ഒരു പരിചയപ്പെടുത്താണ് നിങ്ങൾക്ക്. അപ്പോൾ അവിടെ 2 സ്പൂൺ മേടിച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ റൈസാണ് മേടിച്ചത്, ഗീ റൈസാണ്. ഗീ റൈസിന് ഏകദേശം നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും 585 ഗ്രാമാണ് മേടിച്ചത്. എനിക്ക് അത്രയും വേണ്ടായിരുന്നു, പക്ഷേ പറഞ്ഞപ്പോൾ അത്രയും തന്നെ അവർ എടുത്ത് വെച്ചത്. മിനിമം 500 ഗ്രാമാണ് പറയുന്നുണ്ടെങ്കിലും നമുക്കൊരു 200 ഗ്രാംസൊക്കെ അവിടെ നിന്ന് മേടിക്കാം, അല്ലെങ്കിൽ 250 300 ഗ്രാംസൊക്കെ മേടിക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, നമുക്ക് കണ്ടാൽ മനസ്സിലാവും. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്. നമ്മുടെ കടയിൽ നിന്ന് പോയി മേടിക്കുന്ന ഇപ്പം അൺലിമിറ്റഡ് റൈസ് എന്നൊക്കെ പറഞ്ഞ് തരുമ്പോഴത്തേക്കും ഏകദേശം ഇത്രയൊക്കെ തന്നെയാണ് വരുന്നത്. പിന്നൊരു കാര്യമുണ്ട്, അവിടെ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ അൺലിമിറ്റഡ് റൈസ് എന്ന് പറയുമ്പോൾ നമുക്കിവിടെ തന്നെ കാജ മക്കാനൊരു കടയുണ്ടായിരുന്നു ഇടപ്പള്ളിയിൽ. അവിടെ നമുക്ക് അൺലിമിറ്റഡ് റൈസും ബീഫ് കറിയും കൂടെ 120 രൂപയാണ് നൈറ്റിൽ വരുന്നത്. പിന്നെ ഞാൻ എൻ്റെ കൂടെ മേടിച്ചത് അപ്പോൾ അതിൻ്റെ പ്രൈസ് നിങ്ങൾ ഏകദേശം കണ്ടു കാണുമല്ലോ. ഇത്രയാണ് ഏകദേശം നമുക്ക് വരുന്നത്, ഒരു 112 രൂപയായിട്ട് എനിക്ക്. പിന്നെ ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ മേടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ശരിക്കും അതിൻ്റെ കൂട്ടത്തിൽ മേടിച്ചത് ദാൽ ഫ്രൈ ആണ്. ദാൽ ഫ്രൈ എന്ന് വെച്ചാൽ അപ്പോൾ നമുക്ക് നെയ്ച്ചോറും പരിപ്പറിയും അത്യാവശ്യം നല്ല ടേസ്റ്റുള്ള, ഇവിടെ എറണാകുളം സൈഡിലൊക്കെ അത്യാവശ്യം നല്ല ഫേമസ് ആണ് ഈ സംഭവം, നെയ്ച്ചോറും പരിപ്പറി ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ എനിക്കായത് ഏകദേശം 205 ഗ്രാമാണ് ഞാൻ മേടിച്ചത്. 1 കിലോയ്ക്ക് അവർ 160 രൂപയാണ് പറയുന്നത്. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട്, ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ക്വാണ്ടിറ്റി അല്ല, ഇറ്റ്സ് അബൌട്ട് ക്വാളിറ്റി. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. അപ്പോൾ നമുക്കത് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നല്ല ക്വാളിറ്റി ഉള്ളതാണ്. പിന്നെ നെയ്ച്ചോറും പറഞ്ഞല്ലോ, നല്ല ക്വാളിറ്റിയുള്ള നെയ്ച്ചോറാണ് അവർ തന്നിരിക്കുന്നത്. പിന്നെ ഞാൻ സൈഡ് ഡിഷായിട്ട് മേടിച്ചത് ഇതെന്താണത്, ഒരു മിനിറ്റ്, അത് കുഴപ്പമില്ല, അതതിൻ്റെ കൂട്ടത്തിൽ വരുന്ന സംഭവമാണ്. പിന്നെ മേടിച്ചത് ചിക്കൻ ലിവർ പെപ്പർ ഫ്രൈ ആണ്. ഇത് മിക്കപ്പോഴും അവൈലബിൾ ആയിരിക്കും കേട്ടോ അവിടെ. ചിക്കൻ ലിവറാണ്, ബീഫ് ലിവർ കാണും. അപ്പോൾ ചിക്കൻ ലിവർ എന്ന് പറയുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല എന്താ പറയുക, നല്ല ടേസ്റ്റാണ് കേട്ടോ സത്യം പറയുന്നത് കഴിക്കാനായിട്ട്. നമ്മളീ പറയണ പോലെ അല്ല, നമ്മളീ പറയുന്ന പലയിടത്തും നല്ല പീസായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ലിവർ പീസ് തന്നെയായിരിക്കും, പെപ്പറിലിട്ട് നല്ല ഫ്രൈ ചെയ്ത നല്ല പീസായിരിക്കും. ക്വാണ്ടിറ്റി അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി കാണും. അതെപ്പോഴും അങ്ങനെ തന്നെയാണ് വരാറുള്ളത് അവിടെ. ചിലപ്പോൾ ഇത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും, എസ്പെഷ്യലി സാറ്റർഡേ സൺഡേസൊക്കെ മിക്കപ്പോഴും ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിരിക്കും ഈ സാധനം. കാര്യം തിരക്കുണ്ടോ അവിടെ. ഓക്കെ, അപ്പോൾ ഇന്നിപ്പോൾ ദാൽ ഫ്രൈയും കൂട്ടി